മൂന്നാർ ചിന്നക്കനാലിൽ പതിറ്റാണ്ടുകളായി സ്വകാര്യ കമ്പനിയുടെ കൈവശമിരുന്ന കോടികൾ വിലമതിക്കുന്ന സർക്കാർ ഭൂമി വനം വകുപ്പ് ഏറ്റെടുത്തു. അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതും വന്യമൃഗങ്ങളുടെ പ്രധാന ആവാസ കേന്ദ്രവുമായ 42.72 ഹെക്ടർ ഭൂമിയാണ് ഹൈക്കോടതി വിധി വന്ന് 39 വർഷങ്ങൾക്ക് ശേഷം വനം വകുപ്പ് ഔദ്യോഗികമായി ഏറ്റെടുത്തത്. ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മാസങ്ങളോളം നടത്തിയ രഹസ്യ നീക്കങ്ങൾക്കും സർവേ നടപടികൾക്കും ഒടുവിലാണ് ഹാരിസൺ മലയാളം ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും ഭൂമി തിരിച്ചുപിടിച്ചത്. വനം വകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിക്കവറികളിലൊന്നാണ് മൂന്നാർ ചിന്നക്കനാലിൽ പൂർത്തിയായിരിക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഭൂമിയാണ് വനം വകുപ്പ് സ്വകാര്യ കമ്പനിയിൽ നിന്ന് തിരിച്ചുപിടിച്ചിരിക്കുന്നത്. 1971 കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് ആക്ട് പ്രകാരം 1975 HML കമ്പനിയിൽ നിന്ന് വനം വകുപ്പ് ഏറ്റെടുത്ത 210.89 ഹെക്ടർ ഭൂമിയെ ചൊല്ലിയായിരുന്നു തർക്കം. 1987 ഹൈക്കോടതി അന്തിമവിധി പുറപ്പെടുവിപ്പിച്ചു. 168.72 ഹെക്ടർ കമ്പനിക്ക് തിരികെ നൽകാനും അവശേഷിക്കുന്ന 42.72 ഹെക്ടർ സർക്കാർ ഏറ്റെടുക്കാനും കോടതി അനുമതി നൽകി. വിധി വന്നിട്ടും 2001 ഈ ഭൂമി റിസർവ് വനമായി വിജ്ഞാപനം ചെയ്തിട്ടും ഉദ്യോഗസ്ഥ തലത്തിലെ അനാസ്ഥ കാരണം ഭൂമി കൈമാറാൻ കമ്പനി തയ്യാറായില്ല. കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ പ്രധാന ആവാസ കേന്ദ്രമായ ഈ ഭൂമിയിലാണ് കുളുക്കുമലയ്ക്ക് സമീപം കമ്പനി ഭൂമി പാട്ടത്തിന് നൽകി നടത്തിവരുന്നത്. പ്രകൃതിയെ ചൂഷണം ചെയ്ത കമ്പനി ഇവിടെ കോടികളാണ് കൊയ്തത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മാസങ്ങൾ നീണ്ട കഠിനമായ രഹസ്യ സർവേക്കൊടുവിലാണ് സർവേ നമ്പറുകളായ 385-479, 383-482, 361 എന്നിവയിൽ ഉൾപ്പെട്ട ഈ ഭൂമി കമ്പനിയുടെ പട്ടയത്തിൽ നിന്ന് പൂർണ്ണമായി കുറവ് ചെയ്ത് വനം വകുപ്പിന്റെ അധീനതയിലാക്കിയത്. മൂന്നാർ ഡിവിഷനിലെ ദേവികുളം റേഞ്ച് ചിന്നക്കനാൽ സെക്ഷൻ അധികാരപരിധിയിലാണ് ഈ സ്ഥലം വരുന്നത്. 1971 കേരള ഗവൺമെൻറ്റിൻ്റെ കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റഡ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് ഈ സ്ഥലം 1975 സർക്കാർ ഏറ്റെടുക്കുന്നത്. 1975 തന്നെ ഹാരിസൺ മലയാളം ലിമിറ്റഡ് കമ്പനി ഇതിനെതിരെ കേസിന് പോവുകയും 1987 ഹൈക്കോടതി 168 ഹെക്ടർ സ്ഥലം ഹാരിസൺ മലയാളം കമ്പനിക്കും 42 ഹെക്ടർ സ്ഥലം വനം വകുപ്പിനും ഏറ്റെടുക്കണം എന്ന് അന്തിമ വിധി പറയുകയും ചെയ്തു. ഈ വിധിയുടെ അടിസ്ഥാനത്തിലുള്ള 40 ഹെക്ടർ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഭൂമിയിൽ വനം വകുപ്പിന്റെ ജണ്ടകളും ബോർഡുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.